ഒരു കൂളിംഗ് എഫക്റ്റ് വേണം. ആ കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി മെഥനോൾ ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ മദ്യ ദുരന്തത്തിനൊക്കെ കാരണമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതാണ് മെയിൻ അതിന്റെ ഫംഗ്ഷൻ. അത് അവർ പറയുന്നുണ്ട്. നോർമൽ യൂസേഴ്സ് ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ നിസാം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു മൈലേജ് ഡിഫറൻസ് നമുക്ക് നോട്ടീസ് ചെയ്യുക പോലും ഉണ്ടാവില്ല. ആ സമയത്ത് പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് എല്ലാ ദിവസവും വണ്ടി ഓടിക്കുന്ന പ്രൊഫഷണൽ. നമസ്കാരം, പവർ മോട്ടറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തി തന്നെയാണ്. ആർമറോളിൻ്റെ നാനോ ലൂപ്പ് ഫിറോസാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഫിറോസിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ വീഡിയോ ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിറോസ് തന്നെ പറഞ്ഞു ഫിറോസിൻ്റെ മേഖല ആയതുകൊണ്ട് ഫിറോസും കൂടി വരാം ആ വീഡിയോയിൽ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീമിയം പെട്രോളുകൾ അടിക്കാറുണ്ട്. പ്രീമിയം ഡീസലുകൾ അത്ര പോപ്പുലർ അല്ല, പ്രീമിയം പെട്രോളുകൾ കൂടുതൽ പോപ്പുലറാണ്. എക്സ്ട്രാ മൈല്, പിന്നെ അതുപോലെ തന്നെ സ്പീഡ്, എക്സ്ട്രാ പ്രീമിയം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിൽ പ്രീമിയം പെട്രോളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അടിക്കുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ആളുകളുടെ വിചാരം ഇത് ഹൈ ഒക്ടേൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹൈ ഒക്ടേൻ ഒന്നുമല്ല, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ചെറിയ ടിപ്പുകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസിനോട്, ഈ എൻജിൻ നോക്കിംഗ് തടയുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട് പറയുന്നത്. ഹൈ ഒക്ടേൻ ഉണ്ടെങ്കിലും തടയാം, അതല്ലാതെ വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻജിൻ നോക്കിംഗ്? അത് ആദ്യം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. രണ്ട് തരം നോക്കിംഗ് ഉണ്ട്. അത് ഡീസൽ വണ്ടിക്കും നോക്കിംഗ് ഉണ്ട്, പെട്രോൾ വണ്ടികൾക്കും നോക്കിംഗ് ഉണ്ട്. ഡീസൽ വണ്ടികളുടെ നോക്കിംഗ് പറയുന്നതിന് മുമ്പ് പെട്രോൾ വണ്ടിയുടെ നോക്കിംഗ് പറയുന്നതാണ് കുറച്ചുകൂടി ഉചിതം. കാരണം കൂടുതൽ അതെ അത് പണ്ട് മുതലേ തൊട്ട് നോക്കിംഗ് ഒരു പ്രശ്നം പെട്രോൾ വണ്ടികളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിൻസ് ആണല്ലോ, നമുക്ക് അറിയാവുന്നതാണ്. സൈലൻസറിലൊക്കെ പോയി തൊട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാവുന്നതാണ്. അതിൻ്റെ ഒരു പാടും കൂടെ ഉണ്ട്. അതെ. അപ്പോൾ ഈ ഹീറ്റ് നമ്മൾ നല്ല ഹൈവേയിൽ നല്ല ഹൈ സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ സിലിണ്ടർ നന്നായിട്ട് ഹീറ്റാവും. സിലിണ്ടർ നന്നായിട്ട് ഹീറ്റായി ഇൻകമ്മിങ് ചാർജ് എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സ്ചർ, ഈ കേസിൽ എയറും പെട്രോളിൻ്റെ മിക്സ്ചർ കംപ്രസ് ചെയ്യണ സമയത്ത് അതിൻ്റെ ഓട്ടോ ഇഗ്നീഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ പെട്രോൾ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇഗ്നൈറ്റ് ചെയ്യരുത്, കംപ്രഷൻ സ്ട്രോക്കിൽ ഇഗ്നൈറ്റ് ചെയ്യരുത്. സ്പാർക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇഗ്നൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഈ കംപ്രസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. ഈ ഓട്ടോ ഇഗ്നീഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യണതിന് മുമ്പ് കംപ്രഷൻ സംഭവിക്കുമ്പോൾ അതിന് ഒരു അബ്നോർമലായിട്ടുള്ളൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്ലെയിം ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യില്ല, ഒരു ബോംബ് പൊട്ടുന്ന പോലെ ആയിരിക്കും. അതായത് നമ്മുടെ ഈ ഇഗ്നിഷൻ, നമ്മുടെ ഈ സ്പാർക്ക് പ്ലഗിൽ നിന്നുള്ള സ്പാർക്ക് വന്നിട്ടാണ് ശരിക്കും പെട്രോൾ കത്തേണ്ടത്. അതിന് മുന്നേ തന്നെ കത്തുന്നു. അതാണ് നോക്കിംഗ് അല്ലേ? അതെ. അപ്പോൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പിസ്റ്റൺ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യണം. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ അത് വർക്ക് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഈ ഓട്ടോ ഇഗ്നേഷൻ സംഭവിക്കുന്ന സമയത്ത് കംപ്രഷൻ സ്ട്രോക്കിൽ ഇഗ്നൈറ്റ് ചെയ്യുന്നത് കാരണം അത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുന്നതിന് മുമ്പായിട്ട് കംപ്രസ്റ്റ് ചെയ്യും, കംപ്രഷൻ നടക്കും. അതായത് ഇതാണ് നമ്മുടെ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇഗ്നൈറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് പിസ്റ്റൺ മോഡിലേക്ക് ചലിക്കുന്ന സമയത്ത് കംപ്രഷൻ പ്രഷർ താഴേക്ക് ഇതിനെ കയറ്റാൻ തിരിച്ചു പോകും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാങ്ക് ഇതിനിങ്ങനെ തള്ളാൻ ശ്രമിക്കും. അപ്പോൾ പിസ്റ്റൺ ഒരു ഡയറക്ഷനിലായിരിക്കും. അതായത് ഒന്നുകിൽ ഇൻടേക്ക് സ്കർട്ടിലായിരിക്കും ആ സമയത്ത് ലോഡ് വരുന്നത്. പക്ഷേ കംപ്രഷൻ നടക്കുന്നത് കാരണം എക്സോസ്റ്റ് സ്ട്രോക്ക് നടക്കുന്ന പോലെയാണ്.
അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോസ്റ്റ് സ്കർട്ടിലായിരിക്കും അടുത്ത ലോഡ് വരുന്നത്. അപ്പോൾ ഈ ഇൻടേക്ക് സ്കർട്ടിലുള്ള ലോഡിൽ നിന്ന് എക്സോസ്റ്റ് സ്കർട്ടിലേക്കുള്ള ലോഡിൻ്റെ ഭാഗമായിട്ട് സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ ഇതിങ്ങനെ കിടന്ന് റോക്ക് ചെയ്യും. ആ റോക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മെറ്റാലിക് സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. അതിനാണ് നമ്മൾ നോക്ക് എന്ന് പറയുന്നത്. നോക്ക് എന്ന് പറഞ്ഞാൽ മുട്ടുക എന്നുള്ളതാണ്. അതങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പിസ്റ്റന്റെ ഒക്കെ തേയ്മാനം സിലിണ്ടറിന്റെ ഒക്കെ തേയ്മാനം കൂടും, ക്രാക്ക് വീഴാനുള്ള പിസ്റ്റൺ വരെയും പൊളിഞ്ഞു പോകാറുണ്ട്. ഈ നോക്ക് അബ്നോർമലായിട്ട് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ പകുതി എത്തുന്ന സമയത്തൊക്കെയാണ് നോക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻജിൻ അതോടെ. ഇപ്പോൾ പുതിയ മോഡൽ വണ്ടികളിലൊക്കെ ഇത് വളരെ കുറവാണ്. പഴയ മോഡലിൽ ഏത് വണ്ടികളിലേക്കായിരുന്നു ഇത് കൂടുതലായിട്ടുണ്ടായിരുന്നത്? പഴയ മോഡലിൽ ഇപ്പോൾ വിൻറ്റേജ് 8:1 തൊട്ട് മുകളിലേക്കുള്ള എല്ലാ വണ്ടികളിലും ഈ നോക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാനേജ് ചെയ്തിരുന്നത് ടെട്രാ ചെയ്ത ലെഡ് അഡിറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. അതായത് ഫ്യൂവലിൽ ലെഡിൻ്റെ അഡിറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെഡിൻ്റെ അഡിറ്റീവ്സ് നോക്കിനെ സപ്രസ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലെഡ് ഉണ്ടായിരുന്നു. ലെഡ് ഹൈലി പോയിസണസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഒരു കാലത്ത് പിള്ളേർക്കൊക്കെ ചൊറിയൊക്കെ ഉണ്ടായിരുന്നു, കാലുമൊക്കെ വല്ലാതെ ചൊറി വരുമായിരുന്നു. അതിന് കാരണം ഇതായിരുന്നു, അന്തരീക്ഷത്തിലുള്ള ലെഡിൻ്റെ കണ്ടന്റ് മൂലമായിരുന്നു ഈ ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ ഗവൺമെന്റ് അത് നിരോധിച്ചു. അതെ, അത് നിരോധിച്ചു. ഫ്യൂവലാണ് ഇപ്പോൾ എല്ലാ പമ്പുകളിലും ഉള്ളത്. ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നതാണോ അല്ലേ? അതെ, അൺലെഡഡ് പ്രത്യേകം എഴുതി വെക്കും. അതുകൊണ്ടാണ് ഈ അൺലെഡഡിന് ഇത്ര പ്രാധാന്യം വന്നിരിക്കുന്നത്. അത് ഞാനും ഈ പറയുന്ന ഇൻഫർമേഷൻ നേരത്തെ ലെഡ് ഉണ്ടായിരുന്നപ്പോൾ ലെഡുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു നമുക്ക് ഡിസഡ്വാൻറ്റേജസ് അറിയാമല്ലോ ലെഡിൻ്റെ, പക്ഷേ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ലെഡ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതൊരു പുതിയ ഇൻഫർമേഷനാണ്. അപ്പോൾ പവർ മോട്ടറിങ്ങിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്തതിന്. അപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ നമുക്ക് ഇത് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ നോക്കിംഗ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്ടേൻ ഫ്യൂവലുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ എക്സ്ട്രാ പ്രീമിയം പിന്നെ സ്പീഡ് ഇതൊക്കെ ശരിക്കും ഒക്ടേൻ അല്ല ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഒക്ടേൻ ഇന്ത്യയിലുണ്ടോ? ഒക്ടേൻ ഫ്യൂവൽ ഉണ്ട്. ഷെൽ നൈട്രോ എന്ന് പറഞ്ഞ ഒരു പെട്രോൾ ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വിരളമാണ്. കേരളത്തിലില്ല, വളരെ കുറവാണ്. പിന്നെ അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ ഈ പ്രീമിയം പെട്രോളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എന്താണ്? പ്രീമിയം പെട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പെട്രോളിൽ ഒരു അഡിറ്റീവ് ആഡ് ചെയ്യണമാണ്. ഇപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ കേസിലാണെങ്കിൽ ആഡ് ഓൺ, എസ് പിയുടെ കേസിലാണെങ്കിൽ വിന്നർ, അങ്ങനെ 2 അഡിറ്റീവ്സാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ഈ ഡീറ്റെയിൽസ് തപ്പി നോക്കാറുണ്ട്. നമ്മുടെ ഭാഗം ഇതായ കാരണം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ബൈക്കിൻ്റെ എൻജിൻ നമ്മൾ മോഡിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 14:1 കംപ്രഷൻ റേഷ്യോയിലേക്ക് നമ്മൾ മോഡിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഓരോരോ ബ്രാൻഡിൻ്റെ പെട്രോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം പെട്രോൾ. അതെ, അതായത് നോക്കിംഗ് ഉണ്ടാവാൻ സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറ്റി. അതെ, നോക്കിംഗ് ഉണ്ടാവാനുള്ള സാഹചര്യത്തിലേക്ക് മാറ്റിയതിന് ശേഷം പ്രീമിയം പെട്രോൾ ഓരോന്ന് മാറ്റി. സാധാരണ റേസിങ്ങിനാണ് 14:1 കംപ്രഷൻ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാധാരണ ഒരു സ്ട്രീറ്റ് വണ്ടികളിൽ 14:1 റേഷ്യോയിൽ യൂസ് ചെയ്തിട്ട് പമ്പ് ഗ്യാസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിംഗ് ഉറപ്പായിട്ടുണ്ടാവും. സാധാരണ 14:1 അല്ലെങ്കിൽ 15 തൊട്ട് 25 വരെ കംപ്രഷൻ റേഷ്യോ വരാറുള്ളത് ഡീസൽ വണ്ടികൾക്ക്. പെട്രോൾ വണ്ടികൾക്ക് അത്രയും കംപ്രഷൻ കൊടുക്കാറില്ല ഒരിക്കലും. ഇത് ഹൈ ടോർക്കായിരിക്കും, അപ്പോൾ ഭയങ്കര ടോർക്കായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 14:1 കംപ്രഷൻ റേഷ്യോ ഈ റേസ് എൻജിൻസ് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റേസ് ഗ്യാസ് ആണ് യൂസ് ചെയ്യണത്. റേസ് ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടേൻ വളരെ കൂടുതലായിരിക്കും. 100ന് മുകളിലായിരിക്കും, 105ൻ്റെ മുകളിലായിരിക്കും മിക്കതും റേസ് ഗ്യാസ് വരുന്നത്. അപ്പോൾ ഈ റേസ് ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇഗ്നൈറ്റ് ചെയ്യില്ല. നമ്മളിപ്പോൾ പെട്രോള് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തിക്കുന്ന നിമിഷം ചാടി കയറി പിടിക്കും. നിങ്ങളുടെ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മനസ്സിലാവും അതിൻ്റെ ഫ്ലെയിം സ്പീഡ് എങ്ങനെയാണെന്നുള്ളത്. അതേ സമയത്ത് ഈ റേസ് ഗ്യാസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫുൾ കംപ്രഷൻ, അതിൻ്റെ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കംപ്രഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് സ്പാർക്ക് കൊടുത്താൽ മാത്രമാണ് അത് ഇഗ്നൈറ്റ് ആവുള്ളൂ. ഒരു കാരണവശാലും ഡെറ്റോണേഷൻ ഉണ്ടാവില്ല. എഞ്ചിൻ പഴുത്തിരുന്നതുകൊണ്ട് ഒരു കാരണവശാലും അത് കത്തില്ല. അതെ, സ്പാർക്ക് വന്നുകൊണ്ട് മാത്രമേ അത് കത്തുള്ളൂ. അതായത് റേസിംഗ് വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും ഫുൾ ടൈം ഹൈ RPMത്തിലായിരിക്കും. അവർ സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ വാമപ്പ് ചെയ്ത് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടാണ് റേസ് സ്റ്റാർട്ട് ചെയ്യണത്.
അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ഫുള്ളായിട്ട് സർക്കുലേറ്റ് ചെയ്ത് മെറ്റലൊക്കെ ഒന്ന് ചൂടായി പിസ്റ്റണൊക്കെ ഒന്ന് വികസിച്ച് അതിന് കറക്റ്റ് ക്ലിയറൻസിലെത്താൻ വേണ്ടിയിട്ടാണ്. ഫോർജ്ഡ് പിസ്റ്റൻസൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി വല്ലാണ്ട് ട്രേസ് ചെയ്യണം. അതിൽ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ കാര്യം അതാണ്. അതൊന്ന്. പിന്നെ നമ്മൾ ഈ ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ പമ്പിൽ പോയി അടിക്കുമ്പോൾ ഒന്നിൽ ഇന്ത്യൻ ഓയിലിൻ്റെ എക്സ്ട്രാ പ്രീമിയം, അതല്ലെങ്കിൽ സ്പീഡ് പെട്രോൾ, അങ്ങനെ 2 കാറ്റഗറിയാണ് വൈഡ് സ്പ്രെഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, ഈ 14:1 കംപ്രഷൻ റേഷ്യോ. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലോ UK-യിലോ അതും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുന്ന പ്രീമിയം പെട്രോളിൻ്റെ ക്വാളിറ്റി അല്ല നമുക്ക് സാധാരണ കിട്ടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? അതെ അതെ, നമ്മൾ അവിടുത്തെ അത്രയും ക്വാളിറ്റി ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഫിറോസ് ഇതൊക്കെ പറയുന്നത് ഫിറോസ് ഇവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഫിറോസ് US-ലായിരുന്നു. എത്ര ആളുണ്ടായിരുന്നു അവിടെ? 3 മാസം. 3 മാസം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ? അവിടെ ചെന്നിട്ടാണ് ഈ നാനോലൂബ് അവിടെ നിന്നാണ് കിട്ടിയത്? അല്ലല്ല, നാനോലൂബ് അതിന് മുമ്പ് കിട്ടിയതാണ്. പിന്നെ ദുബായിൽ ഒരുപാട് നാളുണ്ടായിരുന്നു. ദുബായിൽ കുറെ ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടത്തേക്ക് ഒരു സ്റ്റാൻഡേർഡ് പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് കേട്ടോ, വെറുതെ തള്ളുന്ന ആരും വിചാരിക്കരുത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ എന്ന് പറയണ്ട, കാരണം ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രോഡാണ്. അവിടെ ഷെല്ലിൻ്റെ പമ്പുകളുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ സാധാരണ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് HP-യും ഇന്ത്യൻ ഓയിലും ആണ് മെയിനായിട്ട് ഈ സ്പീഡ് പെട്രോൾ എക്സ്ട്രാ പ്രീമിയം ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പെട്രോളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്നൊരു ആകാംക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ സിമ്പിളാണ്. സാധാരണ പെട്രോൾ എടുക്കുന്നു, അതിനകത്തേക്ക് ആഡ് ഓൺ അല്ലെങ്കിൽ വിന്നർ ആഡ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി ഈ ആഡ് ഓണിലും വിന്നറിലും എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കമ്പഷൻ പ്രൊമോട്ടേഴ്സാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻറ്റ് കമ്പഷൻ നടക്കാൻ സഹായിക്കുന്ന അഡിറ്റീവ്സ് ആണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ഓൺ പെട്രോളിൽ അടങ്ങിയിരിക്കുന്ന സാധനം ഫെറോസിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. ഫെറോസിൻ നമ്മൾ പൂത്തിരിയൊക്കെ കത്തിച്ചിട്ടില്ലേ? പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ ഇങ്ങനെ ഈ പൊരിയോടുകൂടി കത്തണമാണ്. ആ സെയിം ഫങ്ഷനാണ് ഫെറോസിനുള്ളത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലെയിം കേർണൽ മൾട്ടിപ്പിൾ ഫ്ലെയിം കേർണൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഫ്ലെയിം കേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ തീപ്പൊരി. അപ്പോൾ ആദ്യത്തെ തീപ്പൊരി സ്പാർക്ക് പ്ലഗിൻ്റെ ആയിരിക്കും. ആ സ്പാർക്ക് പ്ലഗിൻ്റെ ഇപ്പോൾ ഫെറോസിൻ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ പൊരികളായിട്ട് മാറും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾഡ് ആയിരിക്കും, സ്പ്രെഡ് ആവുകയാണ് ചെയ്യണം. അത് ആ അസംഷനിലാണ് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്ക് തടയാൻ ഇതൊരു കാരണവശാലും സഹായിക്കില്ല. പിന്നെ ഒക്ടേൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡ്യൂക്ക് എടുക്കുമെന്ന് വിചാരിക്കും. ഡ്യൂക്ക് അത്യാവശ്യം കംപ്രഷനുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഡ്യൂക്കിൽ നമ്മൾ പ്രീമിയം പെട്രോൾ, അതായത് ഇപ്പോൾ എക്സ്ട്രാ പ്രീമിയമോ അല്ലെങ്കിൽ സ്പീഡ് പെട്രോളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമില്ല. കാരണം ഒക്ടെയിൻ കൂടുതലുള്ള പെട്രോൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. പ്രീമിയം പെട്രോൾ എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി ഒക്ടെയിൻ കൂടിയ ഒരു പെട്രോൾ നമ്മുടെ സാധാരണ വണ്ടികളിൽ ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അതെ അതെ, അതായത് ഇപ്പോൾ 90 ഒക്ടെയിൻ പെട്രോൾ ആവശ്യമുള്ള ഒരു എൻജിനിൽ നമ്മൾ 92 ഒക്ടെയിൻ അല്ലെങ്കിൽ 95 ഒക്ടെയിൻ അല്ലെങ്കിൽ 105 ഒക്ടെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടി കഴിഞ്ഞാൽ കത്താണ്ട് പോകും. നമ്മുടെ ഇപ്പോൾ ലോക്കലെല്ലാം 90 അല്ലേ? 90 ആണ് ഇപ്പോൾ വരുന്നതെല്ലാം. സാധാരണ പെട്രോൾ എല്ലാം 90 ആണ്. ഹൈ ഒക്ടെയിൻ എന്ന് പറയുമ്പോൾ 93, 92, 95, 103 അങ്ങനെ മുകളിലേക്കുണ്ട്. അതിന് മുകളിലേക്കുണ്ട്. അതിന് മുകളിലേക്കുള്ള തന്നെയാണ് നമ്മൾ റേസ് ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ റേസ് ഗ്യാസ് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനകത്ത് സൈലീൻ, ടോളുവിൻ അങ്ങനെ തുടങ്ങിയുള്ള സോൾവെൻറ്റുകൾ നമ്മൾ പെട്രോളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേസ് ഗ്യാസായി മാറും. പിന്നെ ഈ റേസ് ഗ്യാസിന് വേറൊരു പ്രോപ്പർട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂളിംഗ് എഫക്റ്റ് വേണം. ആ കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി മെഥനോൾ ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ മദ്യദുരന്തത്തിനൊക്കെ കാരണമായിട്ടുള്ള മെഥനോൾ അത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂളിംഗ് എഫക്റ്റ് കൂടി കിട്ടും. അപ്പോൾ ഇതാണ് റേസ് ഗ്യാസിൻ്റെ കഥയും ഹൈ ഒക്ടെയിൻ പെട്രോളുകളുടെ കഥയും. നോക്കിങ് നല്ല രീതിയിൽ തടയും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഹൈ എൻഡ് വണ്ടികൾ വളരെ കൂടുതലാണ്. അവിടെ അത് ആവശ്യമാണ്. നമ്മുടെ ഇവിടെ ഹൈ എൻഡ് ഉണ്ടെങ്കിൽ പോലും വളരെ കുറവാണ്. അതെ അതെ, ഉണ്ടെങ്കിൽ തന്നെ അവർ വളരെ സൂക്ഷിച്ചാണ് ഓടിക്കുന്നത്. അതെ.
പിന്നെ നമ്മുടെ ഇവിടെ നിരത്തിലിറങ്ങുന്ന വണ്ടികൾക്ക് കംപ്രഷൻ കുറവാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. പക്ഷേ അതുകൊണ്ടാണ് പമ്പ് ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും എൻജിന് വലിയ കുഴപ്പമില്ലാത്തത്. അതേസമയത്ത് നല്ല ഹൈ കംപ്രഷനുള്ള ഇമ്പോർട്ടഡ് വണ്ടികൾ നമ്മൾ ഈ പമ്പ് ഗ്യാസിൽ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നോക്കിയിട്ടുണ്ടാവും. അതായത് അതെ അതെ, അതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈ കംപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ അച്ചീവ് ചെയ്യാം. ടർബോ വെച്ച് കൊടുക്കാം, പെട്രോൾ ടർബോ ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന പെട്രോൾ ടർബോകൾ പല വണ്ടികളിലും വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിനകത്ത് കംപ്രഷൻ ലിമിറ്റഡാണ്, കാരണം ഈ പമ്പ് ഗ്യാസിൽ ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പിസ്റ്റൻ്റെ കംപ്രഷനും കൂട്ടി ടർബോയുടെ പ്രഷറും കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നോക്കിങ് വന്നിരിക്കും. നമ്മുടെ സാധാരണ പ്രീമിയം അടിച്ചാലും സാധാരണ പമ്പ് പെട്രോൾ അടിച്ചാലും. അപ്പോൾ പിന്നെ എന്തിനാണ് പിന്നെ ഈ പ്രീമിയം ഇറക്കുന്നത്? അതിൻ്റെ വേറെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതാണ് മെയിൻ അതിൻ്റെ ഫംഗ്ഷൻ. പിന്നെ ഈ എഞ്ചിൻ്റെ അകത്തുള്ള അത് അവർ പറയുന്നുണ്ട്, പക്ഷെ അതിനുള്ള കോൺസെൻട്രേഷൻ ഈ അഡിറ്റീവ്സിൽ ഇല്ല. അത് ചിലപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ ഉപയോഗിക്കാം. അതെ അതെ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കീപ് ക്ലീൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഓൾറെഡി എഞ്ചിൻ്റെ അകത്ത് കുറേ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പ്രീമിയം പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ആയി പോകുന്നു വിചാരിക്കരുത്. തുടക്കം തൊട്ടേ ഒഴിക്കണം. അതെ അതെ, അങ്ങനെ ഒഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ തുടക്കം തൊട്ടേ യൂസ് ചെയ്യാം. പിന്നെ അതിന് എത്ര ₹1 ₹2 കൂടുതലുള്ളൂ. അതെ അതെ, ആ ₹1 ₹2 കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ളതാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം അല്ലേ? അതെ, അതായിരിക്കും ബെറ്റർ. ഇനി വേറൊരു തെറ്റിദ്ധാരണയുണ്ട്. പ്രീമിയം പെട്രോൾ അല്ലെങ്കിൽ സ്പീഡ് ഡീസൽ നമ്മൾ യൂസ് ചെയ്യണ സമയത്ത്, പ്രീമിയം ഡീസൽ യൂസ് ചെയ്യണ സമയത്ത് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നുള്ളൊരു മിത്തുണ്ട്. അത് മിത്തല്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് വണ്ടി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. നോർമൽ യൂസേഴ്സ്, ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ നിസാം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു മൈലേജ് ഡിഫറൻസ് നമുക്ക് നോട്ടീസ് ചെയ്യുക പോലും ഉണ്ടാവില്ല. ആ സമയത്ത് പ്രൊഫഷണൽ ഡ്രൈവേഴ്സ്, എല്ലാ ദിവസവും വണ്ടി ഓടിക്കുന്ന പ്രൊഫഷണൽ ഡ്രൈവേഴ്സ്, വളരെ അതിൻ്റെ സ്പീഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കറക്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 1 കിലോമീറ്ററെങ്കിലും വ്യത്യാസം വരാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ലാഭമായിരിക്കും അല്ലേ? അതെ അതെ, അങ്ങനെ ഉള്ളവർക്ക് ലാഭമായിരിക്കും. സാധാരണ യൂസേഴ്സിന് അത് ലാഭം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഈ ട്രാഫിക്കിലൊക്കെ കിടക്കുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ അറിയാതെ പോകും. ഈ അഡീഷണൽ എഫിഷ്യൻസി വരുന്നത് നമ്മൾ അറിയാതെ പോകും. അതായത് എഫിഷ്യൻറ്റ് കമ്പഷൻ നടക്കുമ്പോൾ പെട്രോളിൻ്റെ ഓരോ തുള്ളിയും കറക്റ്റായിട്ട് കത്തിപ്പോകും. അതാണ് എൻ്റെ കഥ. അത് ആ ഒരു ഗുണം മാത്രമാണ് പ്രീമിയം പെട്രോളുകൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നാനോ ലൂബിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സാധനം കൊള്ളില്ല എന്നല്ല, സാധനം കിട്ടുന്നില്ല, വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ല, മെസ്സേജ് അയച്ചിട്ട് 3 മാസമായി. വേറെ ഒന്നുമല്ല, 21,000 ആണ് അതിൻ്റെ. 21,880. 22,000 ചാറ്റുകൾ നമ്മൾ അൺഓപ്പൺഡ് അൺറീഡ് ചാറ്റുകൾ അത്രയും വന്നിടുന്നത്. ഒരു ദിവസം 300ഓളം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു പരിധി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കമ്പനിയൊക്കെ ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് കട വീഡിയോ ചെയ്തപ്പോഴാണ് റീച്ച് വന്നത്. അതുവരെ സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ ചോദിച്ച എല്ലാവർക്കും കൊടുത്തിരുന്നു. ആ ഒരു വീഡിയോ കൂടിയിട്ട് ഭയങ്കര ഇതായിപ്പോയി, അത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, വേറെ അതിനകത്തൊന്നും പറയാനില്ല. പിന്നെ പതുക്കെ കമ്പനിയൊക്കെ ആക്കി രജിസ്റ്റർ ചെയ്ത് വരുന്നു. അതിൻ്റെ ഫ്രാഞ്ചൈസീസും ഡീലർഷിപ്പുകളൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പൊക്കെ വരുന്നു. ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും, അതുപോലെ നിങ്ങളുടെ ക്ഷമ, പലരുടെയും ക്ഷമ നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട്. കാരണം 1 മാസമൊക്കെ പഴയ മെസ്സേജുകൾ നമ്മൾ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം 21,000 ചാറ്റിൻ്റെ കഴിഞ്ഞിട്ട് വരുന്ന ചാറ്റുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം. അപ്പോൾ അത്രയും സ്ക്രോൾ ചെയ്തിട്ടാണ് ഓരോരുത്തർ കണ്ടുപിടിക്കുന്നത്. അതാണ് ടൈം കൺസ്യൂമിങ് ആയിട്ട് പറയുന്നത്. വാട്സാപ്പിൻ്റെ ഒരു ലിമിറ്റേഷനാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. അതുപോലെ ഇപ്പോൾ പുതിയൊരു മൊബൈലാണ് അതിനു വേണ്ടി മേടിച്ചത്, പക്ഷെ ആ മൊബൈൽ വരെ ഹാങ് ആയി, മൊത്തം മൊബൈൽ വരെ ഹാങ് ആയി പോയി. അതെ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ആ കാര്യത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.